മ്യൂച്വൽ ഫണ്ടുകൾ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് ETF എന്ന് പറയുന്നത്. നമുക്ക് ഷെയറുകൾ വാങ്ങുന്നത് പോലെ വാങ്ങാനും വിൽക്കാനും പറ്റും. മാർക്കറ്റ് ഹവേഴ്സിൽ തിങ്കൾ മുതൽ വെള്ളി വരെ 9:30 മുതൽ 3:30 വരെയുള്ള സമയത്ത് വാങ്ങാം, വിൽക്കാം. ഇന്ന് റെസിഡന്റ് ഇന്ത്യൻ ആയിട്ടുള്ള ഒരാൾക്കും NRI ആയിരിക്കുന്ന ഒരാൾക്കും ഡിമാറ്റ് അക്കൗണ്ടുകൾ ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ NRI സ്റ്റാറ്റസിൽ ഇരുന്നു കൊണ്ട് ഒരു റെസിഡന്റ് ഓഫ് ഇന്ത്യൻ ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യരുത്. അത് ഫെമ റൂളിൻ്റെയും ഇൻകം ടാക്സ് റൂളിൻ്റെയും വയലേഷനാണ്. എന്തെങ്കിലും റീസൺസ് വന്നിട്ട് ക്യാച്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭീമമായ ഫൈൻ വരും. അതുകൊണ്ട് നിങ്ങൾ NRI ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ NRI ഡിമാറ്റ് അക്കൗണ്ട് മാത്രമേ കയ്യിൽ വെക്കാൻ പാടുള്ളൂ. ഇന്ത്യയിലിരിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അത് ശ്രദ്ധിക്കുക. ഇന്ന് നമുക്ക് വളരെ വിപുലീകരണമായ സജ്ജീകരണങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആപ്പിൽ, മൊബൈൽ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ നമുക്ക് NRI ഡിമാറ്റ് അക്കൗണ്ടുകളും അതേപോലെ റെസിഡന്റ് ഇന്ത്യയിലുള്ളവർക്ക് റെസിഡന്റ് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് 99% കാര്യങ്ങൾ നമുക്ക് ഡിജിറ്റലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതിനുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ അതിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഷെയറുകൾ വാങ്ങിക്കുന്ന പോലെ വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു അസറ്റ് തന്നെയാണ് ETF എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഷെയറിനേക്കാളും റിസ്ക് കുറവാണ്. കാരണം ETF ഒരുപാട് ഷെയറുകൾ കൂടിച്ചേർന്നാണ് ETF എന്ന് പറയുന്നത്. ഗോൾഡ്, സിൽവർ, ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഗോൾഡൊക്കെ ഭയങ്കരമായിട്ട് കയറി പോകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സിൽവറും. അപ്പം നമുക്ക് ഈ ഗോൾഡും സിൽവറും എല്ലാം നമ്മൾ കോയിനായിട്ടും ബിസ്ക്കറ്റ്സ് ആയിട്ടൊക്കെ വാങ്ങുന്നതിന് പകരം നമുക്ക് ഇതേപോലെ ETFകളായിട്ട് നമുക്ക് വാങ്ങിച്ചു വെക്കാനായിട്ട് പറ്റും. ഇതുവഴി നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ETF-ൻ്റെ പ്രൈസ് കൂടും. പക്ഷേ ETF വാങ്ങുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല 8ന്റെ പണി കിട്ടും. അതെന്താന്ന് പറയാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, നമ്മളൊരു ETF വാങ്ങുന്ന സമയത്ത് നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിലാണോ പ്രീമിയം പ്രൈസിലാണോ വാങ്ങുന്നത് നോക്കണം. അത് എങ്ങനെ തീരുമാനിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന് NAV എന്ന് പറയും, ഒന്ന് INAV എന്ന് പറയും. NAV എന്ന് പറഞ്ഞാൽ നെറ്റ് അസറ്റ് വാല്യൂ. സിമ്പിളായിട്ട് പറയാം. ഇപ്പം ഞാനൊരു ETF വാങ്ങുന്നു, എൻ്റെ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ ആ ETF-ൻ്റെ വാല്യൂ 100 ആണ്. എന്നാൽ NSEയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇതിൻ്റെ INAV എങ്ങനെ നോക്കാമെന്ന് കണ്ടുപിടിക്കണം. INAV 50 രൂപയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ വാല്യൂ 50 രൂപയാണ് എന്നർത്ഥം. പക്ഷേ സ്റ്റോക്ക് ബ്രോക്കറിൽ 100 രൂപ എന്ന് കാണിച്ചാൽ നമ്മൾ 50 രൂപയുടെ സാധനം 100 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നു. പ്രീമിയം വാല്യൂവിൽ വാങ്ങിക്കുന്നത് നമുക്ക് നഷ്ടമാണ്. അപ്പം INAVയുടെ വാല്യൂ ഇൻഡിക്കേറ്റീവ് NAV എന്നാണ് അതിൽ പറയുന്നത്. ആ വാല്യൂ NAV നെറ്റ് അസറ്റ് വാല്യൂം കൂടി ഈക്വൽ ആയിരിക്കാം. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് വളരെ കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ETFകളാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അല്ലാതെ പ്രീമിയം കൂടി നിൽക്കുന്ന വാല്യൂ, അതായത് NAV INAVനേക്കാൾ ഒരുപാട് കൂടി നിൽക്കുന്ന ETFകൾ വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മളെ നഷ്ടത്തിലാണ് ഒരു സാധനം നമ്മൾ വാങ്ങിക്കുന്നത് എന്നർത്ഥം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് NSEയുടെ വെബ്സൈറ്റിലാണ്, ഒഫീഷ്യൽ ആയിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റ്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ETF-ൻ്റെ നെയിം അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് മോത്തിലാൽ ഓസ്വാലിൻ്റെ ഗോൾഡ് ETF ആണ്. അത് ഗോൾഡിൻ്റെ ഇന്റർനാഷണൽ പ്രൈസിനെ ട്രാക്ക് ചെയ്യുന്ന ETF. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ട്രേഡ് ആകുന്ന വാല്യൂ ഇവിടെ കാണാൻ പറ്റും. 119.30 ആണ് ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ. പക്ഷെ ഈ റിയൽ ഗോൾഡ് പ്രൈസിന് ഈ ട്രാക്ക് ചെയ്യുന്ന ഈ ETF-ന്റെ റിയൽ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. INAV എന്ന് പറയും. ഈ വാല്യൂ ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. INAV. അപ്പൊ ഈ INAV ഇപ്പൊ നിൽക്കുന്നത് 119.73 ആണ്. ഞാനത് കുറച്ചൊന്ന് സൂം ചെയ്യാം. 119.73 വാല്യൂ ആണ് അതിന്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന വാല്യൂ എത്രയാണ്? 119.30 ആണ്. അപ്പൊ ട്രേഡ് ചെയ്യുന്ന വാല്യൂ അതിന്റെ ഒറിജിനൽ വാല്യൂ ആയിട്ടുള്ള വാല്യൂവിനേക്കാളും കുറവാണ്. INAV ഇതാണ് ഇത് ട്രേഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.73 119.73. പക്ഷെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന വാല്യൂ എത്രയാണ്? 0.30. അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ഇത് ഡിസ്കൗണ്ട് പ്രൈസസിലാണ് ഈ ETF ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ 2-3 ETFകൾ എടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ NAVയും INAVയും കമ്പയർ ചെയ്തതിന് ശേഷം ഏതാണ് പ്രീമിയം എന്നും ഏതാണ് ഡിസ്കൗണ്ട് എന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ വേണ്ടി നമ്മൾ 3 ETF-കൾ ഞാൻ പുൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ETF വാങ്ങേണ്ടത് എന്നുള്ള ഡിസിഷൻ നമ്മൾ എടുക്കാൻ പോവാണ്. അതിന് ETF എന്താണെന്ന്, അതിൻ്റെ INAV, അത് അതിൻ്റെ ഒറിജിനൽ പ്രൈസ്, NAV ഇപ്പം മാർക്കറ്റിൽ അത് ട്രേഡ് ചെയ്യുന്നതിൻ്റെ വാല്യൂ,
പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ നോക്കാം. ഇപ്പൊ നമ്മൾ 3 ETF എടുത്തിട്ടുണ്ട്. ഇതൊരു ബൈ സെൽ കോൾ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഫോർ എക്സ്പ്ലെയിനിങ് ദ കോൺസെപ്റ്റ്. ഇതിൽ മോത്തിലാൽ ഓസ്വാളിന്റെ ഗോൾഡ് ETF ഉണ്ട്. INAVയുടെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു 119.73. പക്ഷെ ഇപ്പൊ മാർക്കറ്റിൽ ട്രേഡ് ആകുന്നത് 119.3. അതായത് അത് ഡിസ്കൗണ്ടിലാണ് 0.36%. അതേപോലെ തന്നെ -0.36%. അതേപോലെ തന്നെ ഞാൻ ICICIന്റെ ഗോൾഡ് ETF എടുക്കുന്നു, ഗ്രോന്റെ ഗോൾഡ് ETF എടുക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ INAVയും അതേപോലെ NAV വാല്യൂം ഈ 3 ETF-കൾക്ക് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിൽ ലാസ്റ്റ് കോളാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇതിന്റെ പ്രീമിയം ഡിസ്കൗണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗ്രോയുടെ റിയൽ ആ ETF-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 81.2 ആണ്. പക്ഷെ മാർക്കറ്റിൽ അത് ചോദിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 118.85. അതായത് 46.37% പ്രീമിയത്തിൽ ട്രേഡ് ആവുന്നു. അതായത് നിങ്ങൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ 81.2 രൂപ വിലയുള്ള ഒരു സാധനത്തിന് നിങ്ങൾ കൊടുത്ത് വാങ്ങിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 118 ആണ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ പ്രീമിയം വാല്യൂവിൽ വാങ്ങിക്കാൻ പാടില്ല, ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങിക്കണം. ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും നല്ല ETF ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോത്തിലാൽ ഓസ്വാളിന്റെ ETF എന്ന് പറയാൻ പറ്റും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ പറഞ്ഞ പോലെ ICICI. അപ്പോൾ ICICIയും നമുക്ക് മോത്തിലാൽ ഓസ്വാലും നമുക്ക് ഇതിൽ നിന്ന് രണ്ട് ETF-കൾ നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്രോ നമുക്ക് കണ്ണും പൂട്ടി ഇതിന് ഒഴിവാക്കാനും പറ്റും, കാരണം അത് പ്രീമിയത്തിലാണ്. നമ്മൾ എന്തായാലും ആ കേസ് ഇതിന് എടുക്കുന്നില്ല. പക്ഷെ ഇത് മാത്രം മതിയോ ഒരു ETF-നെ സെലക്ട് ചെയ്യാൻ? അല്ല, ഒരു ETF ഡിസ്കൗണ്ട് പ്രൈസിലാണോ അല്ലേ എന്നുള്ളത് കണ്ടു. പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ഈ 2 ETF, അതായത് മോത്തിലാൽ ഓസ്വാളിന്റെ ഗോൾഡ് ETF ഉണ്ട്, ICICI ഉണ്ട്. ICICIന്നും മോത്തിലാലിനും നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ഒരെണ്ണം നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതേതാ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു പ്രധാനപ്പെട്ട ലേണിംഗ് നമ്മൾ ഇതിൽ എടുത്തു. അതായത് ഒരു ETF വാങ്ങുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടണം. അതായത് NAVയുടെയും INAVയുടെയും വാല്യൂസ് കുറവായിരിക്കണം. ഇങ്ങനെ ഡിസ്കൗണ്ട് കിട്ടി എന്നുള്ളതുകൊണ്ട് ചാടിക്കേറി വാങ്ങാൻ പറ്റില്ല. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, അതാണ് ഇമ്പാക്റ്റ് കോസ്റ്റ്. ETF നമ്മൾ ഏതൊരു അസറ്റ് ക്ലാസ് നമ്മൾ വാങ്ങുന്ന എപ്പോഴാണ്? ഒരു സമയത്ത് അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. സോ വിൽക്കുന്ന സമയത്ത് കൂടി നമുക്കൊരു ബുദ്ധിമുട്ട് വരരുത്. അതിനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഞാനൊരു സെല്ലറാണ്. അപ്പം ഞാൻ സെല്ല് ചെയ്യുന്ന സമയത്ത് ഷെയർ മാർക്കറ്റിൽ അതർ സൈഡിൽ ഒരു ബയർ ഉണ്ടായിരിക്കണം. അപ്പം നല്ല ട്രേഡിംഗ് വോളിയമുള്ള ETF ആകുമ്പോൾ വാങ്ങലേരും വിൽക്കലരുടെ എണ്ണം വളരെ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു ലിമിറ്റ് പ്രൈസിൽ നമുക്കൊരു ETF വിൽക്കാൻ പറ്റും. അതായത് അപ്പുറത്തൊരു ബയർ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ വളരെ കുറഞ്ഞ ആളുകൾ ആ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ സെറ്റ് ചെയ്യുന്ന എൻ്റെ വാല്യൂവിൽ എനിക്കത് വിൽക്കാൻ പറ്റില്ല. എൻ്റെ ലിമിറ്റ് ഓർഡറിൽ അത് എക്സിക്യൂട്ടഡ് ആവാതെ പോകും. അപ്പം ലിക്വിഡിറ്റി ഡിസൈഡ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് ഇമ്പാക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ ലിക്വിഡിറ്റി കുറവാണ് എന്നർത്ഥം. അപ്പം ഇമ്പാക്റ്റ് കോസ്റ്റ് കുറഞ്ഞത്, അതായത് ഹൈ ലിക്വിഡിറ്റി ഉള്ള ETF-കൾ നമ്മൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ETF-ന്റെ വാല്യൂ 100 രൂപയാണ് ഇപ്പൊ മാർക്കറ്റിൽ ട്രേഡ് ആണെന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ 100 രൂപയിൽ ഒരു ഓർഡർ വെച്ചു, എക്സിക്യൂട്ടഡ് ആയില്ല. പക്ഷെ 100.3 രൂപയിൽ ഞാനൊരു ഓർഡർ വെച്ചു, എക്സിക്യൂട്ടഡ് ആയി. അതിൻ്റെ അർത്ഥം എൻ്റെ ഇമ്പാക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 0.30 ആണ് %. അതായത് ഞാൻ വിചാരിച്ച വാല്യൂവിൽ, അതിൻ്റെ ഐഡിയൽ വാല്യൂവിൽ എനിക്ക് ആ ഓർഡർ എടുക്കാൻ പറ്റില്ല. പക്ഷെ 100.3-ൽ എനിക്ക് അതിൻ്റെ ബൈ ഓർഡർ എടുക്കാൻ പറ്റി. അത് ശരിക്കും എനിക്ക് ബൈ ചെയ്യാൻ വേണ്ട വാല്യൂ എത്രയാണ്? 100 ആണ്. 100-ൽ അത് എക്സിക്യൂട്ടഡ് ആയില്ല, 100.3-ൽ എക്സിക്യൂട്ടഡ് ആയി. 0.30% ആണ് ഇമ്പാക്റ്റ് കോസ്റ്റ്. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇമ്പാക്റ്റ് കോസ്റ്റ് കുറഞ്ഞിരിക്കണം, എന്നാൽ ലിക്വിഡിറ്റി കൂടുതലാണ് എന്നർത്ഥം. ഇനി ഈ ഇമ്പാക്റ്റ് കോസ്റ്റും നമ്മൾ നേരത്തെ കണ്ട ടേബിളിലോട്ട് നമ്മൾ ആഡ് ചെയ്തു. ഞാനിവിടെ ഇമ്പാക്റ്റ് കോസ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഓൾറെഡി നമുക്ക് പ്രീമിയം ഡിസ്കൗണ്ട് വാല്യൂ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇത് നമുക്കറിയാം ഏറ്റവും ചീപ്പായിട്ടുള്ളത് മോത്തിലാൽ ഓസ്വാൽ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ICICI. ഗ്രോ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി. നമ്മൾ ഇമ്പാക്റ്റ് കോസ്റ്റും കൂടി ഒന്ന് കാണാൻ പോവാണ്. ഇമ്പാക്റ്റ് കോസ്റ്റിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ ഇമ്പാക്റ്റ് കോസ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ NSEയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ, സെയിം ലിങ്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഇമ്പാക്റ്റ് കോസ്റ്റ്. അപ്പം ഞാനിവിടെ ഇമ്പാക്റ്റ് കോസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് കോസ്റ്റ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് മോത്തിലാൽ ഓസ്വാലാണ്. അതായത് ലിക്വിഡിറ്റി കുറവാണ്. ഞാൻ ബൈ ചെയ്യുന്ന ഓർഡറിലോ അല്ലെങ്കിൽ ഞാനൊരു ബൈ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പ്രൈസസിൽ അല്ലെങ്കിൽ ഞാൻ അന്ന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആ ഒരു ലെവലിൽ എനിക്കത് ബൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഹയർ വാല്യൂസിലായിരിക്കും എനിക്കത് ബൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഡിസ്കൗണ്ട് ഉണ്ടായിട്ടും കാര്യമില്ല, ലിക്വിഡിറ്റി ഇതിനിവിടെ കുറവാണെന്നർത്ഥം. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിനെന്താണ്? ഇമ്പാക്റ്റ് കോസ്റ്റ് കുറവാണ്. ഗ്രോക്ക് ഇമ്പാക്റ്റ് കോസ്റ്റ് കുറവാണ്. പക്ഷേ
ഇതിന്റെ പ്രീമിയം ഭയങ്കര കൂടുതലാണ്, ഡിസ്കൗണ്ട് പ്രൈസസ് ഇല്ല, അതുകൊണ്ട് ഗ്രോ കംപ്ലീറ്റ് ആയിട്ട് ലിസ്റ്റ് നിന്ന് പോയി. ഇനി ഈ 2 പോയിന്റ് എടുത്താൽ ഇതിൽ ഇമ്പാക്ട് കോസ്റ്റ് കൂടുതലുള്ളത് മോത്തിലാൽ ഓസ്വാൽ ആണ്, കമ്പയറബിൾ ടു ICICI. അപ്പൊ ഞാൻ ഇതിൽ ഏത് ETF സജസ്റ്റ് ചെയ്യുന്ന എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും ഐ വിൽ ഗോ വിത്ത് ഗോൾഡ് ETF. കാരണം അതിന്റെ ഡിസ്കൗണ്ട് കമ്പാരബിൾ ടു ഒരു 100% ഡിസ്കൗണ്ട് അല്ലെങ്കിലും NAV INAV വാല്യൂ കുറവാണ്, അതുകൊണ്ട് അത് പ്രീമിയത്തിലല്ല എന്ന് ഞാൻ പറയും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് അതിന്റെ ഡീസന്റ് ലിക്വിഡിറ്റി ഉണ്ട്. കാരണം 0.04% എനിക്ക് ലിക്വിഡിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ചൂസ് ചെയ്യുന്ന, ഞാൻ ഇപ്പൊ ഇന്ന് ഗോൾഡ് വാങ്ങിക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള എല്ലാ ഗോൾഡ് ETF എടുത്തു വെച്ചതിന് ശേഷം ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ഗോൾഡ് ETF പിക്ക് ചെയ്യും. ആ പിക്ക് ചെയ്യുന്ന ഇന്നത്തെ പിക്ക് എന്ന് പറയുന്നത് ICICIന്റെ ഗോൾഡ് ETF ആയിരിക്കും. ഇത് ഇന്നത്തെ കേസാണ്. നാളെ നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ആയി മാർക്കറ്റിൽ ഈ സാധനം ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതേ സിറ്റുവേഷൻസ് വരണമെന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു പക്ഷേ സ്ഥിരമായിട്ട് മാർക്കറ്റിൽ പെരുമാറുന്ന ആളുകൾക്ക് അറിയാൻ പറ്റായിരിക്കും ചില ETF ചില ദിവസങ്ങളിൽ ചില ഗോൾഡ് ETF പോസിറ്റീവില് ട്രേഡ് ചെയ്യും, ചില ഗോൾഡ് ETF നെഗറ്റീവില് ട്രേഡ് ചെയ്യും. ഇപ്പൊ റീസെന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു ചില സിൽവർ ETFകളൊക്കെ 3, 4, 5% കയറി പോകുന്നുണ്ട്. എന്നാൽ ചില സിൽവർ ETFകൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഗോൾഡ് ETFിൽ പോയിട്ട് ബൈ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യാൻ. ഒരു ETF വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ETF വാങ്ങിക്കുന്ന വില എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആണോ പ്രീമിയം പ്രൈസിലാണോ എന്നുള്ള തീരുമാനിക്കുന്ന ഘടകം. രണ്ടാമത്തതെന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇമ്പാക്ട് കോസ്റ്റ്. അപ്പൊ ഇമ്പാക്ട് കോസ്റ്റ് ഒരു സൈഡിൽ വെച്ച് ഈ പറയുന്ന ഡിസ്കൗണ്ട് പ്രൈസ് ആണോ പ്രീമിയം പ്രൈസ് ആണോ ETF നോക്കിയിട്ട് 2 സൈഡും കൂടി വെച്ചിട്ടുള്ളൊരു കമ്പാരിസൺ നമ്മൾ നടത്തണം. ഈ കമ്പാരിസന്റെ ബേസിലാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് ETF ആണ് ഞാൻ ആ മാർക്കറ്റ് കണ്ടീഷൻസിൽ വാങ്ങിക്കേണ്ടത്. ഇപ്പൊ എല്ലാവരും പറയും, ഇപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഗോൾഡ് ബീസ് എന്ന് പറയും. അപ്പൊ ഗോൾഡ് ബീസ് എന്ന് പറയുന്ന ഒരു ETF ഉണ്ട്. അതേപോലെ തന്നെ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന മറ്റനേകം ETF ഉണ്ട്. പക്ഷെ ഓരോ മാർക്കറ്റ് കണ്ടീഷൻസ് വരുന്ന സമയത്തും നമ്മളൊരു ETF വാങ്ങിക്കുന്ന സമയത്ത് ഈ 2 കാര്യങ്ങൾ ഈ ETF ഫേവറബിൾ ആണോ എന്ന് ആ ബൈ ഓർഡർ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആലോചിച്ചിട്ട് വേണം ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ആ ETF കൊണ്ടുണ്ടാകുന്ന റിയൽ ബെനിഫിറ്റ്സ് നമുക്ക് മിസ്സാകുന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിലൂടെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഈ വീഡിയോയുടെ താഴെയുള്ള കമൻസിൽ നിങ്ങൾ ചേർക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത ആഴ്ചകളിൽ നമുക്ക് അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.